ഇന്ന് നിഫ്റ്റി ഗ്രീനിലാണ്. കാര്യമായിട്ടില്ലെങ്കിലും ഓയിൽ തന്നെയാണ് താരം. അതുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതെ വയ്യ. ആക്സിയോസ് പറയുന്നത് 1 മന്തിന്റെ ഒരു എയർ സ്ട്രൈക്കാണ് വേണ്ടി വരിക US മിലിറ്ററിക്ക്. ഇതൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടെർമിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി വരിക എന്നതാണ്. മിനിമം 3-4 വീക്സ് ആണ് അവർ പറയുന്നത്. കാർഗ ഐലൻഡിൽ ആധിപത്യം US എടുക്കാനായിട്ട് മറൈനേഴ്സിനെ കൊണ്ടിട്ട് വരും. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് വേണം. അതിന് ഇനിയും ലോജിസ്റ്റിക്സും മറൈനേഴ്സും അധികമായിട്ട് വേണ്ടി വരും. ഇതിന് തന്നെ സമയമെടുക്കും. അപ്പോൾ ഈ ടർബുലൻസ് ഒരുപക്ഷെ 1 മാസത്തേക്ക് കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് പോസ്റ്റ് വാർ സിനാരിയോയിൽ ഒരു ഓയിൽ ത്രെട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബൈ ഇയർ എൻഡ്. അത് തന്നെയായിരുന്നു വാർ സിനാരിയോ ഇല്ലാത്തപ്പോഴും 2026 പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. ഉദാഹരണത്തിന് വെനിസ്വേലയുടെ ഓയിൽ വരും, റഷ്യ ഓയിൽ വരും. പിന്നെ ഒപെക്കിന്റെ ഒരു ആധിപത്യം താഴേക്ക് പോകുന്നത് കാണാൻ പറ്റും. കാരണം ഗൾഫ് ഓയിലിന് മാർക്കറ്റ് പിടിക്കുന്നതിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിലെ റീകൺസ്ട്രക്ഷൻ വേണ്ടി വരും. ഒരുപക്ഷെ ഇറാൻ ഓയിൽ തന്നെ ഇതിനകത്തേക്ക് വന്നേക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീക്കെൻഡ്സിൽ ലോങ് സ്ട്രാറ്റജി പ്രതീക്ഷിക്കാം വീഡിയോസ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള അഡ്വൈസറുടെ സഹായം തീർച്ചയായും തേടുക. താങ്ക് യു.